Hi, dear students. Moving matter and magnetism എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നാം ഇപ്പോൾ. ഈ ക്ലാസ് അടക്കം 2 ക്ലാസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ എടുത്ത പോർഷൻസ് എല്ലാവരും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയും പഠിച്ച പോർഷൻസിനെ നമുക്ക് ഒന്ന് ബയോട്ട്-സവാർട്ട്സ് ലോ ആൻഡ് സർക്കുലർ കോയിൽ ക്യാരിയിങ് കറന്റ്, അതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ഇതാണ് ഒന്നാമത്തെ ടോപ്പിക്. രണ്ടാമത്തെ ടോപ്പിക് ആംപിയർ സർക്യൂട്ടൽ തിയറം, അതിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്, സോളിനോയിഡ് ആൻഡ് ടൊറോയിഡ്. മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, സൈക്ലോട്രോൺ. ഇങ്ങനെ 3 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി 2 ഭാഗങ്ങൾ കൂടി ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനെ നമ്മൾ അവസാനിപ്പിക്കും. കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം ഞാൻ തുടങ്ങി വെച്ചിരുന്നു, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരുന്നാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഫോർമുല എന്തായിരുന്നു? അത് എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി. മാഗ്നിറ്റ്യൂഡ് ആയിട്ട് എഴുതിയാൽ ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ. വാട്ട് ഈസ് ബി? മാഗ്നറ്റിക് ഫീൽഡ്. ഐ ഈസ് കറന്റ്, എൽ ഈസ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ മാക്സിമം ഫോഴ്സിന്റെ കണ്ടീഷനാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. When the conductor is perpendicular to the magnetic field, then theta is equal to 90 degree. Then we know force is equal to B I L sin theta. Theta 90 degree ആയി കഴിഞ്ഞാൽ F becomes maximum, which is equal to B I L. അല്ലെ? Where B is magnetic field present, uniform magnetic field ആണ്. I is current passing through the conductor and L is length of the conductor. അപ്പൊ കറന്റും ലെങ്ത്തും ഒക്കെ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടിരുന്നാൽ ആ കണ്ടക്ടറിന്റെ മുകളിൽ മാക്സിമം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ BIL. അതിന്റെ ഡയറക്ഷൻ, ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് നോക്കാം. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലെ, ഇടത്തെ കൈയിലെ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് 3 പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ സ്ട്രെച്ച് ചെയ്യാം. ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും തമ്പും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ കാണുന്ന പോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുക. അപ്പൊ 3 ആൾക്കാർ പരസ്പര ലംബങ്ങളാണ്. സച്ച് ദാറ്റ് ഓരോ ഫിംഗറിനും ഓരോ ഡയറക്ഷനെ അസൈൻ ചെയ്യുന്നു. ഫോർ ഫിംഗർ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ത്രൂ ദ കണ്ടക്ടർ, then the thumb will give the direction of force on the conductor. അപ്പൊ എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? You stretch the forefinger, middle finger and thumb of the left hand in 3 mutually perpendicular directions such that the forefinger gives the direction of magnetic field, middle finger gives the direction of current through the conductor, then the thumb will give the direction of force on the conductor. അപ്പൊ ഈ ചിത്രത്തിൽ നമുക്കൊന്ന് നോക്കാം. ഫോർ ഫിംഗർ ദ മാഗ്നറ്റിക് ഫീൽഡ്, ഞാനിതാ കാണിച്ചു, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്. ഇനിയോ മിഡിൽ ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. ഇതാ ക്ലിയർ ആയല്ലോ. ഫോർ ഫിംഗർ അങ്ങോട്ട് കാണിച്ചു, മാഗ്നറ്റിക് ഫീൽഡിനെ കാണിച്ചു. മിഡിൽ ഫിംഗർ താഴ്ത്തുന്ന മുകളിലേക്കാണ് ഞാൻ കറന്റ് ഏരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ മുകളിലേക്ക് കാണിച്ചു. തമ്പ് എങ്ങടാ പോയത്? ബോർഡിന്റെ ഉള്ളിലേക്ക്. അപ്പൊ ബോർഡിന്റെ ഉള്ളിലേക്കാണ് ഈ കണ്ടക്ടറിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇനി കറന്റ് എങ്ങാനും താഴേക്കായിരുന്നെങ്കിലോ, താഴേക്കുള്ള കറന്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കും അല്ലെ. ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് താഴേക്കാണെങ്കിൽ ഇങ്ങനെ വരും, തമ്പ് അപ്പൊ പുറത്തേക്ക്, ബോർഡിന്റെ പുറത്തേക്ക്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. എന്താണ് കണ്ടീഷൻ? The straight conductor carrying current should be perpendicular to the magnetic field. Then we can find the force. അപ്പോ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ആ മാക്സിമം ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡാണ് BIL. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെ ചോദിക്കും. ഒരു കണ്ടക്ടർ താഴേക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. ആ വീണോണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ മാസ് തരും. അതിന്റെ മാസ് തന്നിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? mg. ഇനി ഈ താഴേക്ക് വീഴുന്ന ആളെ ബാലൻസ് ചെയ്യാൻ എത്ര മാഗ്നറ്റിക് ഫീൽഡ് അതിൽ കൊടുക്കണം? കറന്റ് പാസ് ചെയ്യുന്ന കണ്ടക്ടറാണ്. അതിനെ ബാലൻസ് ചെയ്യാൻ എത്ര മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് BIL നായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇതില് M തന്നിട്ടുണ്ടാവും, G തന്നിട്ടുണ്ടാവും, I തന്നിട്ടുണ്ടാവും, L തന്നിട്ടുണ്ടാവും. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ്.
അപ്പൊ താഴേക്ക് ഫ്രീ ഫോൾ ചെയ്യുന്ന ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ ബാലൻസ് ചെയ്യാൻ എത്ര മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ mg=BIL എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് പഠിക്കാം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള പാരലൽ കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. രണ്ട് ഇൻഫിനിറ്റ്ലി ലോങ്, അപ്പൊ നല്ല നീളമുണ്ട്, നീളം എത്രയാണെന്ന് നമ്മൾ പറയുന്നില്ല, ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ 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 നിയമം പോയിക്കാം, നീളം അവസാനിക്കുന്നില്ല. ഇതേപോലെ അടുത്തൊരു കണ്ടക്ടർ, അയാളുടെ നീളം ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ഇങ്ങനെ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ആണ്. ഇവർക്കിടയ്ക്കുള്ള ദൂരം സ്മോൾ r ആണ്. രണ്ടാളിലൂടെയും പാസ് ചെയ്യുന്ന കറന്റ് I1 ഉം I2 ആണ്. ഇപ്പൊ ഞാൻ ചിത്രത്തില് രണ്ടാക്കാരിൽ ഒരേ ഡയറക്ഷനിലാണ് കറന്റ് പാസ് ചെയ്യുന്നത്, താഴത്തുനിന്ന് മുകളിലേക്ക്. I1 ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ്, I2 ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ്. ഈ കണ്ടക്ടറിനെ നമുക്ക് C എന്ന് വിളിക്കാം, ഈ കണ്ടക്ടറിനെ നമുക്ക് D എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ? ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് D എന്ന് പറയുന്ന കണ്ടക്ടർ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇയാൾ ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡിൽ ഇയാൾ ഇരിക്കുമ്പോൾ ഇയാൾക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, BIL sin θ എന്ന് പറയുന്ന ഫോർമുല പ്രകാരം. തിരിച്ച് D എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് I1 കറന്റ് പാസ് ചെയ്യുന്ന C എന്ന് പറയുന്ന കണ്ടക്ടറിനെ വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സിക്കും D കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് സിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്ര, ഡിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്ര. അപ്പൊ രണ്ട് കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് പാരലായിട്ട് വെച്ചിരുന്നാൽ അവർക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്ര എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കുക, അപ്പൊ നമ്മൾ ലെങ്ത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു L ലെങ്ത്തിനൊക്കെ ഇതിന്റെ ഇടയിൽ കൺസിഡർ ചെയ്യേണ്ടത്. തൽക്കാലം L ലെങ്ത് ഉള്ള ഒരു ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ ആദ്യം നമുക്ക് എഴുതാം, ഡിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കാണാൻ പോവാണ്. അപ്പൊ ആദ്യം ഞാൻ എഴുതുന്നത് വാട്ട് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ബി ഡ്യൂ ടു അറ്റ് ഡി. ഡി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആര് കാരണമാണ്? ഡ്യൂ ടു സി. സി എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കാരണം 6 ദൂരത്തിരിക്കുന്ന ഡി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര, അത് ആദ്യം കണ്ടുപിടിക്കാം. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു B ഈസ് ഈക്വൽ ടു μ0 I/2πr അല്ലെ ഫോർമുല. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ I കറന്റ് പാസ് ചെയ്താൽ 6 ദൂരത്തിരിക്കുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്. ഏതായിരുന്നു തിയറം ഉപയോഗിച്ചത്? ആംപിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയ ഫോർമുലയാണ് μ0 I/2πr. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നമ്മളെ കറന്റ് എത്രയാ? I1 ആണ് സി കൂടെ പാസ് ചെയ്യുന്ന കറന്റ്. അപ്പോ ഡി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് 6 ദൂരത്തിരിക്കുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് μ0 I1/2πr എന്നെഴുതാം. ഓക്കെ, ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അല്ലെ? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. എന്താ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂള്? ഈ സി എന്ന് പറയുന്ന കണ്ടക്ടറിൽ നിങ്ങൾ വലത്ത് കയ്യിൽ പിടിക്കുക, തമ്പ് കറന്റിന്റെ ഡയറക്ഷൻ എന്നാൽ കേൾഡ് ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരും. അപ്പൊ കറണ്ട് ഇങ്ങനെ വന്നു, കേൾഡ് ഫിംഗേഴ്സ് ഈ ബോർഡിന്റെ ഉള്ളിലേക്കാണ് അല്ലെ? ഡി എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ ബോർഡിന്റെ ഉള്ളിലേക്കാണ് പോയത്. അപ്പോ ഈ ബോർഡിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലേക്കാണ് ആ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ കണ്ടക്ടർ ഡി. ഡി എന്ന് പറയുന്ന കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആണ് സി ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ചുരുക്കം. അപ്പൊ അയാളുടെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ഫോഴ്സ് ഓൺ ഡി അല്ലെ? FD ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? BIL sin θ ഈക്വൽ ടു BIL. കാരണം എന്താ? θ 90 ഡിഗ്രിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിന്റെ ഉള്ളിലേക്കാണ്, കറന്റ് ബോർഡിന്റെ മുകളിലാണ്. അപ്പൊ അതുകൊണ്ട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് BIL. ആരാണ് ആ ബി? ഇയാൾ ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡ്. സി ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡാണ് ഡിന്റെ മുകളിലുള്ളത്, അത് നമുക്കറിയാം. ആരാണ് ഈ കറന്റ് ഇയാളുടെ പാസ് ചെയ്യുന്നത്? ഡി എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ കറന്റാണ്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ബിന്റെ സ്ഥാനത്ത് μ0 I1/2πr. ഇനി ഐന്റെ സ്ഥാനത്ത് ആരാണ്? ഡി എന്ന് പറയുന്ന കണ്ടക്ടറിലെ കറന്റ് I2 ആണ്. L ലെങ്ത്തിന്റെ മുകളിൽ അനുഭവപ്പെട്ട ഫോഴ്സ് ആണ് നമ്മൾ എഴുതിയത്. ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. L ലെങ്ത്തിന്റെ മുകളിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു L ലെങ്ത് അസ്യൂം ചെയ്താൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എഴുതിയത്. അപ്പൊ നമുക്കൊന്ന് തിരിച്ചു എഴുതാം. നമ്മൾ ആ L ഒക്കെ അസ്യൂം ചെയ്തല്ലേ. സോ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഡി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ യൂണിറ്റ് ലെങ്ത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ഇത് L ലെങ്ത്തിൽ അനുഭവപ്പെട്ട ഫോഴ്സ് ആണ്. L ലെങ്ത്തിൽ അനുഭവപ്പെട്ട ഫോഴ്സ് ഇത്രയാണെങ്കിൽ 1 ലെങ്ത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എല്ലിനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ μ0 I1/2πr. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ദ കണ്ടക്ടർ ഡി ഈസ് μ0 I1/2πr. I1 സിയിൽ കൂടെ പാസ് ചെയ്ത കറന്റ്, I2 ഡി കൂടെ പാസ് ചെയ്ത കറന്റ്, R എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുള്ള ദൂരം. ഫ്രീ സ്പേസിലാണെങ്കിൽ μ0 ഓക്കെ. ഇനി തിരിച്ചു ഇതേപോലെ ഫോഴ്സ് ആക്ടിംഗ് ഓൺ സി
പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഫോഴ്സ് ആക്ടിംഗ് ഓൺ സി പെർ യൂണിറ്റ് ലെങ്ത് എത്രയായിരിക്കും? ഇതേപോലെ തന്നെയാണ്. ആരാണ്ടാവുക? ഡി എന്ന് പറയുന്ന കറണ്ട് കാര്യം കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് സിയിൽ ഉണ്ടാക്കും. അങ്ങനെ കണ്ടുപിടിക്കുക. എന്റെ ഡയറക്ഷൻ ദാ ഞാൻ തമ്പ് മുകളിലേക്കാക്കി, കേൾഡ് ഫിംഗേഴ്സ് ഇങ്ങനെ വന്നു അല്ലെ, ഈ ഭാഗത്തല്ലേ. അപ്പൊ ബോർഡിന്റെ പുറത്തേക്കാണ് സി എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ മുകളിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ അതും ഈ പറഞ്ഞ കറണ്ടിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ മാക്സിമം ഫോഴ്സ് ആണ് BIL എന്ന് എഴുതാം. ആ ബിന്റെ ഫോർമുല ഇയാൾ ഇവിടെ ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും വരെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു μ0 I2/2πr ആണ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ബി, മാക്സിമം ഫോഴ്സ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ബി ഇൻറ്റു ഇയാളുടെ കറന്റ് എത്രയാണ്? I1 ഇൻറ്റു L ലെങ്ത്തിന്റെ മുകളിൽ. സോ ദാറ്റ്സ് ഈക്വൽ ടു μ0 I2/2πr ഇൻറ്റു I1 ഇൻറ്റു L. തിരിച്ചെഴുതിയാൽ എഫ് ആരുടെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് FC പെർ യൂണിറ്റ് ലെങ്ത് ഇസ് ഈക്വൽ ടു μ0 I1 I2 ഒക്കെ സെയിം തന്നെ, I1 I2/2πr. ഓക്കെ, അപ്പോ FC പെർ യൂണിറ്റ് ലെങ്ത്തും ഇതേ ഫോർമുല തന്നെ കിട്ടും, I1 I2/2πr. അതായത് ഓരോ കണ്ടക്ടറിന്റെ മുകളിലും മറ്റേ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് സെയിം. L ലെങ്ത്തിന്റെ മുകളിലുള്ള ഫോഴ്സ് കണ്ടതിന് ശേഷമാണ് യൂണിറ്റ് ലെങ്ത്തിന്റെ മുകളിലുള്ള ഫോഴ്സ് കണ്ടത്. അപ്പൊ ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചുള്ള μ0 I1 I2/2πr. നെക്സ്റ്റ്, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുക. ഇപ്പൊ ഞാൻ കാണിച്ചത് രണ്ടാൾക്കാർ ഒരേ ഡയറക്ഷനിലാണ് കറന്റ് പാസ് ചെയ്യുന്നത്. ആദ്യം നോക്കുക, ഈ ഡിന്റെ മുകളിലുള്ള ഫോഴ്സ്, സി ഉണ്ടാക്കിയ ഫോഴ്സിന്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് പറഞ്ഞത്? ഡിന്റെ മുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കായിരിക്കും അല്ലെ, ഇങ്ങനെ പോകണം. അപ്പൊ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. കറന്റ് ഇതാ ഇങ്ങനെ താഴ്ത്തുന്ന മുകളിലേക്കാണ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണാൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഉപയോഗിക്കുന്നത്. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഉള്ളിലേക്ക്, ഇയാൾ ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് ആയതുകൊണ്ട് 4 ഫിംഗർ ഉള്ളിലേക്ക്. കറന്റ് ഇതാ മുകളിലേക്ക്. ഓക്കെ, കറന്റ് മുകളിലേക്ക്, ലെഫ്റ്റ് ഹാൻഡ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. കറന്റ് മുകളിലേക്ക്, തമ്പ് മിഡിൽ ഫിംഗർ മുകളിലേക്ക് കാണിച്ചു. അപ്പൊ കറന്റിനെ കാണിച്ചു. തമ്പ് നോക്കൂ, ഇങ്ങോട്ട് ഉള്ളിലേക്കാണ് വന്നത്. അതായത് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, എഫ് ഡി ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. അതായത് സി എന്ന് പറയുന്ന കണ്ടക്ടർ ഡി എന്ന് പറയുന്ന കണ്ടക്ടറിനെ അടുത്തേക്ക് വലിക്കുകയാണ്. അടുത്തേക്ക് വലിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? അട്രാക്ഷൻ ആണ്. ഇനി തിരിച്ച് എഫ് സിയുടെ ഡയറക്ഷൻ നോക്കാം. എഫ് സിയുടെ ഡയറക്ഷൻ അവിടെ ഉണ്ടാക്കിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡി എന്ന് പറയുന്ന കണ്ടക്ടറിൽ കറന്റ് പാസ് ചെയ്തപ്പോ ഇങ്ങനെയാണ് അല്ലെ. പലത്തെ കൈയിന്റെ ഗ്രിപ്പ് റൂൾ ഉപയോഗിച്ചു കേൾഡ് ഫിംഗേഴ്സ് ഇങ്ങോട്ട് വന്നു. അതായത് ബോർഡിന്റെ പുറത്തേക്ക്, കറന്റ് താഴ്ത്തുന്ന മുകളിലേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഫോഴ്സ് കാണാൻ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നു. 4 ഫിംഗർ പുറത്തേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് ഇയാൾ ഉണ്ടാക്കിയത് പുറത്തേക്കാണ്. അപ്പൊ പുറത്തേക്ക്, കറന്റ് താഴ്ത്തുന്ന മുകളിലേക്ക്. നോക്കുക, ഇങ്ങനെ നോക്കുക കേട്ടാ. ചിത്രം എനിക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. 4 ഫിംഗർ പുറത്തേക്ക് വന്നു, ബോർഡിന്റെ പുറത്തേക്കാണ്. കറന്റ് താഴ്ത്തുന്ന മുകളിലേക്കാണ്. ക്ലിയർ ആണല്ലോ? മിഡിൽ ഫിംഗർ കൊണ്ട് കറന്റിനെ കാണിച്ചു മുകളിലേക്കാണ്. തമ്പ് അങ്ങോട്ടാ പോയത്. അതായത് ഇങ്ങോട്ട്. ദാറ്റ് ഈസ് FC. അപ്പൊ FC അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന കണ്ടക്ടറിനെ അടുത്തേക്ക് വലിക്കുകയാണ്. അതായത് FCയും അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, FDയും അട്രാക്റ്റീവ് ആണ്. അപ്പൊ കറന്റ് രണ്ടാക്കാരുടെയും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. നോക്കൂ, ഒരേ ഡയറക്ഷനിലുള്ള കറന്റിനെ നമുക്ക് ലൈക്ക് കറന്റ്സ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ലൈക്ക് കറന്റ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് കറന്റ്സ് അട്രാക്ട്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അൺലൈക്ക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അട്രാക്ട് ചെയ്തത്. അൺലൈക്ക് ചാർജസ് അട്രാക്ട്, അൺലൈക്ക് പോൾസ് അട്രാക്ട്. പക്ഷേ വളരെ ശ്രദ്ധിക്കുക, ലൈക്ക് കറന്റ്സ് അട്രാക്ട്. ഒരേ ഡയറക്ഷനിൽ 2 പാരലൽ കണ്ടക്ടേഴ്സിലൂടെ കറന്റ് പാസ് ചെയ്താൽ അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് അട്രാക്ഷൻ ആയിരിക്കും, പരസ്പരം അടുപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ നേരെ തിരിച്ചു നിങ്ങൾ വീട്ടിൽ സൗകര്യപൂർവ്വം പ്രാക്ടീസ് ചെയ്യുക. അൺലൈക്ക് കറന്റ്സ് റിപ്പൾ. അൺലൈക്ക് കറന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കറന്റ് I1 മുകളിലേക്കാണെങ്കിൽ I2 താഴേക്കായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇതേപോലെ നിങ്ങൾ ഇതൊക്കെ ചെയ്തു നോക്കി ഡയറക്ഷൻ ഒക്കെ കണ്ടു നോക്കുക. അപ്പൊ കാണുക രണ്ടാക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൾസീവ് ആവും. ഞാൻ ചിത്രം ഒന്ന് ജസ്റ്റ് വരച്ചിടാതാ. ഇങ്ങനെയാണെങ്കിൽ മുകളിലേക്കുള്ള കറന്റും ഇത് താഴത്തേക്കുള്ള കറന്റും ആണെങ്കിൽ ഇങ്ങോട്ട് അനുഭവപ്പെടുന്നത് സി, ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഡിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇങ്ങനെയും ഉണ്ടാവുക. നിങ്ങളൊന്ന് വീട്ടില് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ ദേ വിൽ റിപ്പൽ. അതും കൂടി ഓർമ്മിക്കണം. ഓക്കെ, നമ്മള് ഒരു ടോപ്പിക്കിലേക്ക് വീണ്ടും ഒന്നും കൂടി ഒരു ആംപിയറിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമുക്ക് കിട്ടി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് μ0 I1 I2/2πr. അതിൽ നിന്ന് നമുക്ക് കറന്റിനെ ഡിഫൈൻ ചെയ്യാം. പുട്ട് I1 equal to I2 equal to 1 ampere and R equal to 1 meter. Then നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് is equal to μ0/2 എന്ന് കിട്ടും. I1 I2 R ഒക്കെ ഒന്ന് കൊടുക്കുക. μ0/2π എന്ന് കിട്ടും. That's equal to 4π into 10⁻⁻⁷ divided by μ0 ന്റെ വാല്യൂ divided by 2π. That's equal to 2 into 10⁻⁷. യൂണിറ്റ് എന്താ വരിക? ന്യൂട്ടൺ പെർ മീറ്റർ. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണല്ലോ.
അപ്പൊ എന്താണ് 1 ആംപിയർ കറന്റ്? 1 ആംപിയർ is that current which when passing through two infinitely long straight parallel conductors separated by a distance of 1 meter in free space. നമ്മൾ ഇതൊക്കെ അതേപോലെ വാചകാക്കി പറഞ്ഞു മാത്രം. I1 I2 1 കൊടുത്തു, R 1 മീറ്റർ കൊടുത്തു, എവിടെയാണ് ഫ്രീ സ്പേസിലാണ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ഈച്ച് കണ്ടക്ടർ ഈസ് 2 into 10⁻⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ. ഇങ്ങനെ യൂണിറ്റ് ലെങ്ത്തിന്റെ മുകളിൽ 2 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ കറന്റുകളാണ് 1 ആംപിയർ എന്ന് ചുരുക്കം. അപ്പൊ 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്യാൻ ഈ ഫോർമുല ഉപയോഗിച്ചു. എന്താണ് പറഞ്ഞത്? 1 ആംപിയർ ഈസ് ദാറ്റ് കറന്റ് വിച്ച് വെൻ പാസിംഗ് ത്രൂ two infinitely long straight parallel conductors separated by a distance of 1 meter എന്താ ചെയ്യുക? ഒരേ ഡയറക്ഷനിലാണ് കറണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ റിപ്പൾ ചെയ്യും. അത് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ട. എക്സേർട്സ് എ ഫോഴ്സ് ഓഫ് 2 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ഓൺ യൂണിറ്റ് ലെങ്ത് ഓൺ ഈച്ച് കണ്ടക്ടർ. ഓരോ കണ്ടക്ടറിന്റെയും യൂണിറ്റ് ലെങ്ത്തിൽ ഇത്രയും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യിക്കും. ആ കറന്റ് ആണ് 1 ആംപിയർ. എപ്പോഴാണ്? ഇവർ രണ്ട് കണ്ടക്ടേഴ്സ് പാരലൽ ആയിരിക്കണം, 1 മീറ്റർ ദൂരത്തായിരിക്കണം, ഫ്രീ സ്പേസിലായിരിക്കണം. അപ്പൊ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ ഈ വാചകൻ നോട്ടിൽ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്, അത് പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ടോപ്പിക് കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. കഴിഞ്ഞ കൊല്ലവും പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ടോപ്പിക്കിൽ എസ് ആയി ചോദിച്ച ചോദ്യമാണ്. നമുക്ക് അതിലേക്ക് പോവാം. ഒരു 8 മിനിറ്റ് എടുത്താൽ നമുക്ക് ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ടോർക്ക്. ടോർക്ക് കാണാൻ പോവാം. വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറന്റ് ക്യാരിയിങ് കോയിൽ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറന്റ് ക്യാരിയിങ് കോയിൽ. ഇപ്പൊ തൽക്കാലം നമ്മൾ സർക്കുലർ കോയിലിന് പകരം ഞാനൊരു റെക്ടാംഗുലർ കോയിലിനെ എടുക്കുന്നു. പേര് നമുക്ക് കൊടുക്കാം PQRS. അയാളുടെ നീളം L ആണ്. ഓക്കെ, അയാളുടെ ബ്രെഡ്ത്ത് B ആണ് എന്നും വിചാരിക്കുക. ഇതിന്റെ ഉള്ളിലൂടെ കറന്റ് ഇതാ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. I എന്ന് പറയുന്ന ഒരു കറന്റ് ഈ പറഞ്ഞ പോലെ പാസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ കാണിച്ചത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറന്റ് പാസ് ചെയ്യുന്നത്. ഇങ്ങനെ കറന്റ് പാസ് ചെയ്യുന്നു. ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ കാണിക്കുന്നു. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ബോർഡിന്റെ മുകളിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചത്. ഇപ്പൊ ഞാൻ കാണിച്ചത് പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് പ്ലെയിൻ ഓഫ് ദ കോയിൽ. PQRS എന്ന് പറയുന്ന കോയിലിന്റെ പ്ലെയിൻ, ഇതല്ലേ പ്ലെയിൻ, ഈസ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. പ്ലെയിൻ ഓഫ് ദ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമുക്ക് തൽക്കാലം ആൽഫ എന്ന് വിളിക്കാം. ഇപ്പൊ ഞാൻ ആ ഇക്വേഷൻ ചിത്രത്തില് ആൽഫ എത്രയാണ്? 0 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ആൽഫ? ദ ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻ ഓഫ് ദ കോയിൽ ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പൊ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് കോയിൽ ഇരിക്കുന്നത്. എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? PQRS എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കോയില് L ലെങ്ത് ആണ്, B ബ്രെഡ്ത്ത് ആണ്, I കറന്റ് ആണ്. ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ്. അതിന്റെ പ്ലെയിൻ ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ്. ഇയാളുടെ മുകളിൽ ടോർക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കാണും. ആ ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ് ആണ്. ഫോഴ്സിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പോവാം. നമുക്കറിയാം ഓരോ കണ്ടക്ടറിന്റെ മുകളിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന കറന്റ് പാസ് ചെയ്താൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ അറിയാതെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാൻ. നോക്കൂ, അപ്പൊ ആദ്യം ഞാൻ ഇതിനെ 4 കഷ്ണങ്ങളായിട്ട് വിചാരിക്കാം. PQ ഒരു കണ്ടക്ടർ, QR ഒരു കണ്ടക്ടർ, RS ഒരു കണ്ടക്ടർ, SP ഒരു കണ്ടക്ടർ. അപ്പൊ 4 സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാലോ. അപ്പൊ നോക്കുക, PQ എന്ന് പറയുന്ന ഈ കണ്ടക്ടറിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? FPQ. ഞാൻ നോക്കാൻ പോവാണേ. FPQ is equal to മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ അല്ലേ ഇയാളുടെ നീളം. സോ ഫോർമുല എന്താണ്? BIL sin θ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് B തന്നെയാണ്, കറന്റ് I ആണ്, L ന്റെ സ്ഥലത്ത് ഇപ്പൊ അത് ബ്രെഡ്ത്ത് ആണ്, സ്മോൾ b ആണ്. സൈൻ എത്രയാണ്? 0 ആണ് അല്ലെ, പാരലൽ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പൊ അതുകൊണ്ട് എളുപ്പമാണ് ഇയാളെയും പറയാലോ. FRS is also equal to 0. അപ്പോ ഇതിന് പാരലൽ ആയിട്ടിരിക്കുന്ന PQന്റെ മുകളിലും RSന്റെ മുകളിലും തീറ്റ 0 ഡിഗ്രി ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയതുകൊണ്ട് ഫോഴ്സ് 0 ആയി. അതേ സമയത്ത് QRും SPയും പെർപെൻഡിക്കുലർ ആണ് അല്ലെ. സോ വാട്ട് ഈസ് ദാറ്റ് ഫോഴ്സ്? FQR. രണ്ടാക്കാരുടെയും ഒരേ നീളമാണ്, ഒരേ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കണം, ഒരേ കറന്റ് പാസ് ചെയ്യണം. അപ്പൊ രണ്ടെണ്ണം സെയിം തന്നെ. FQR equal to FSP equal to BIL sin θ. ഫോർമുല കൊടുക്കുക. മാഗ്നറ്റിക് ഫീൽഡ് B ആണ്, കറന്റ് I ആണ്, ലെങ്ത് L തന്നെയാണ്, അവരുടെ രണ്ടാക്കാരുടെ നീളം L ആണ്. സൈൻ θ എത്രയാണ്? 90 ഡിഗ്രി ആണ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കണ്ടക്ടറിന്റെ നീളം ഈ പറഞ്ഞ രണ്ട് കണ്ടക്ടറും QR ആണെങ്കിലും SP ആണെങ്കിലും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ കണ്ടക്ടേഴ്സ് ഇരിക്കുന്നത്. നമുക്ക് കോയിലിനെ ഞാനിട്ട 4 കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചത്. സോ മാക്സിമം ഫോഴ്സ് ആണ് BIL. അപ്പൊ ഈ രണ്ട് കണ്ടക്ടറിന്റെ മുകളിലുള്ള ഫോഴ്സ് BIL ആണ്, ഈ രണ്ടാക്കാരുടെ മുകളിലുള്ള ഫോഴ്സ് 0. ഇനി ഇവരുടെ ഡയറക്ഷൻ കാണാലോ. വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക, ഫ്ലമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ആദ്യം QRന്റെ മുകളിലുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണാൻ പോവാണ്. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ് താഴേക്ക്, തമ്പ് അങ്ങോട്ട് വന്നു അല്ലെ.
ബോർഡിന്റെ പുറത്തേക്ക്. അപ്പൊ ഈ QR എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ മുകളിൽ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കും. ഇവിടെ ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ഞാൻ മുകളിലേക്കാക്കി, തമ്പ് ഉള്ളിലേക്ക് പോയി അല്ലെ. അപ്പൊ ആ ഫോഴ്സ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉള്ളിലേക്ക്, അതായത് QRന്റെ മുകളിലുള്ള ഫോഴ്സ് ഇങ്ങോട്ടും SP-യുടെ മുകളിലുള്ള ഫോഴ്സ് ഉള്ളിലേക്കും. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ഇവരുടെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്, മാഗ്നറ്റ്യൂഡ് സെയിം ആണ്. ദേ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. സ്വാഭാവികമായിട്ട് നോക്കൂ, ഇങ്ങനെയുള്ള ഒരാളുടെ മുകളിൽ ഇതിന്റെ മുകളിൽ ഉള്ളിലേക്കും ഇവിടെ ഇങ്ങോട്ട് പുറത്തേക്ക് വേണമെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, ഇങ്ങനെ തിരിയാൻ തുടങ്ങും അല്ലെ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വന്നാൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ റൊട്ടേറ്റിംഗ് ഉണ്ട്, ടോർക്ക് ഉണ്ട്. ടോർക്ക് കാണാനുള്ള ഫോർമുല എനി വൺ ഓഫ് ദ ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതൊക്കെ നമുക്ക് ഇലക്ട്രിക് ഡൈപോളിലും നമ്മൾ ഇതേപോലെ ടോർക്ക് കണ്ടിട്ടുള്ളതാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു BIL. ഏതെങ്കിലും ഒരു ഫോഴ്സ് എടുത്താൽ രണ്ടെണ്ണം സെയിം ആണ്, BIL ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ, ഈ കണ്ടക്ടറിന്റെയും ഫോഴ്സിന് ഇടയ്ക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രെഡ്ത്ത് അല്ലേ, ഈ B അല്ലേ. അതായത് QRനും SP-ക്കും ഇടയ്ക്കുള്ള ദൂരം, ഇവർക്ക് ഇടയ്ക്കുള്ള ഫോഴ്സിന് ഇടയ്ക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ ദൂരം, ദാറ്റ് ഈസ് ബ്രെഡ്ത്ത് ആണ് ഇൻടു B. വാട്ട് ഈസ് L ഇൻടു B? L into B is area of cross section ആണ് അല്ലെ, കോയിലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു BIA എന്ന് എഴുതാം. ഇപ്പൊ നമ്മൾ വിചാരിച്ചത് ഒരു ചുറ്റേ ഉള്ളൂ. If there are capital number of number of turns, മൊത്തം ഇതിലെ ചുറ്റുകളുടെ എണ്ണം ക്യാപിറ്റൽ N ആണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ എന്തായിട്ട് എഴുതാം, ടോർക്ക് ഇസ് ഈക്വൽ ടു NIAB എന്നാക്കാം. ഞാൻ IAB എന്നാക്കി നടത്തും. ഒരു ചുറ്റുകാരന് ഇത്രയും ടോർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ N ചുറ്റുകൾ ഉണ്ടെങ്കിൽ മൊത്തം ടോർക്ക് NIAB ആയിരിക്കും. ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടീഷൻ പറഞ്ഞത് ആൽഫ 0 എന്നാണ്, അതായത് പ്ലെയിൻ ഓഫ് ദ കോയിൽ ഈസ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇനി ആ കോയിൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് എങ്ങനെ ഇരിക്കുന്നതിന് വരെ ഇങ്ങനെ ഇരുന്നാൽ, അതായത് ആൽഫ 90 ഡിഗ്രി ആയാൽ ഈ ടോർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ് ബിക്കംസ് 0 ആയിട്ട് മാറും, ടോർക്ക് 0 ആയിട്ട് മാറും. അപ്പോ പാരലൽ ആയിട്ടിരുന്നാൽ, അതായത് 0 ഡിഗ്രിയിൽ ഇരിക്കുമ്പോൾ മാക്സിമവും, പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന മൊത്തം ടോർക്കൊക്കെ കൂടി ക്യാൻസൽ ചെയ്ത് പോവും, ടോർക്ക് 0 ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്ക് എഴുതാം. 0 ആകുമ്പോൾ മാക്സിമവും 90 ഡിഗ്രി ആകുമ്പോൾ 0യും ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ടോ ഇസ് ഈക്വൽ ടു NIAB എന്നുള്ളതിനൊപ്പം കോസ് ആൽഫ എന്ന് എഴുതി വെക്കാം. വാട്ട് ഈസ് NIA? ഈ NIA എന്നുള്ള ഭാഗം NIA ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്, മുമ്പ് പഠിച്ചിട്ടുണ്ട്. കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കറന്റ് ഏരിയയും നമ്മൾ പിരിക്കാൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് നമുക്ക് മ്യൂ എന്നുള്ള അക്ഷരം ഉപയോഗിക്കാം. സോ ടോ ഇസ് ഈക്വൽ ടു മ്യൂ അല്ല, നമുക്ക് സ്മോൾ m ഉപയോഗിക്കാം. മാസ് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ MB കോസ് ആൽഫ. നമുക്ക് ഒരു എക്സ്പ്രഷൻ കൂടി എഴുതാം. ഇഫ് തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ദാറ്റ് ബിക്കംസ് MB സൈൻ തീറ്റ or equal to NIAB sin theta, where theta is angle between axis of the coil and magnetic field. Axis of the coil ഇതിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ തീറ്റ ആയിട്ട് വിളിച്ചാൽ നമ്മൾ സൈൻ തീറ്റ ആയിട്ട് എഴുതേണ്ടി വരും. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു M ക്രോസ് B എന്നുള്ള ഫോർമുലയിലേക്ക് നമ്മൾ എത്തും. ഇമ്പോർട്ടന്റ് ആണ് ഈ ഫോർമുല ഡിറൈവ് ചെയ്യാൻ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.